ഹായ് നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും പറയാൻ പ്രസീത ചാലക്കുടി. നമ്മുടെ കാട്ടിക്കട വയലിൽ ശിവക്ഷേത്രത്തിൽ ഇന്നിവിടെ കിട്ടിലം ഒരു നാടൻ പാട്ടുണ്ട്. അപ്പോൾ എന്ത് പറയുന്നു ഈ ഒരു നിമിഷത്തിൽ? ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും മഹാദേവന്റെ ക്ഷേത്രമാണ് കാട്ടിക്കട വയലിൽ ശിവക്ഷേത്രത്തിലെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞു. നമ്മളെ ചൂണ്ട ക്രിയേഷൻസ് ആണ് യൂട്യൂബ് ചാനൽ. ഒരു കാര്യം പറയാനുള്ളൂ, എല്ലാ യൂട്യൂബ് ചാനലിന്റെ പ്രേക്ഷകരോടും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, എല്ലാം ചെയ്ത് ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒന്ന് പരിപാടി ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ സ്റ്റേജ് തൊഴിലാളികളായതുകൊണ്ട് ഓരോ സ്റ്റേജ് തരുന്ന ആളുകൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വയലിൽ ശിവക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത് കൊച്ചിൻ ഗിന്നസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വലിയ പ്രോഗ്രാം ഇതാണ്. അപ്പോൾ ഏതായാലും ഓൾ ദി ബെസ്റ്റ്. പരിപാടി നമുക്ക് അടിച്ചു പൊളിക്കാൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം കേട്ടായിരുന്നു. ഇവരാണ് നമ്മുടെ കമ്മിറ്റിക്കാർ, ഇതിന്റെ സ്പോൺസേഴ്സ് എല്ലാം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ളവർ എവിടെയാണ്? വിദേശത്തുള്ള. ടോട്ടൽ എത്ര പേരാണ് ഇതിന്? 24 പേര്. അപ്പോൾ ഏതായാലും ഈ ഒരു പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ പരിപാടി എല്ലാം ചാനലിൽ ലൈവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി, താങ്ക്സ്. ഓക്കെ. Humans, what have you learned? അപ്പോൾ എല്ലാവരും ഇവിടെ പ്രോഗ്രാം കാണാൻ സെറ്റായിരിക്കുകയാണ്. കണ്ടില്ലേ ആൾക്കൂട്ടം? ഇതൊരു വയലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്റ്റേജ്. അപ്പം ഒരുപാട് പേർക്ക് നിന്ന് കാണാനുള്ള നല്ലൊരു ഹ്യൂജ് ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും അത് നിറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ആളുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനും ഇരട്ടി ആള് ഇതൊരു പകുതിയോളം ആകുമ്പം വരും. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഇപ്പൊ അങ്ങോട്ട് കൂക്കിച്ചാലേ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കൂക്കാൻ ശബ്ദം ഉണ്ടാവാണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരിപാടി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ലെനിൻ മുത്താണ്. me
ഒന്നാം ക്ലാസ്സിൽ പോയ ആൾക്കാരൊക്കെ കൈയടിച്ച് ചിരിച്ചു. ഒന്നാം പോയാത്ത ആൾക്കാർ കൈയടിച്ചില്ല. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു പാട്ട് പാടിയായിരുന്നു ഇല്ലേ? പാട്ട് പാടി അത്തള വിത്തള തവളാച്ചി ചുക്കുമിരിക്കണ ചൂളാപ്പ് അറിയം വന്ന് വിളക്കൂതി കുട്ടി എന്ന പാട്ട് നമുക്ക് സമ്മാനിച്ച ഇപ്പൊ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റുപാടുന്ന കേൾക്കണോ പ്രിയ കൂട്ടരെ എന്ന ഗാനം ജനകീയമാക്കിയ നാൽപ്പാട്ടിന്റെ കൂട്ടുകാരി ചാലക്കുടിയുടെ പെൺമണി പ്രസീത ചാലക്കുടി. എല്ലാവർക്കും നമസ്കാരം. കൈപ്പൊക്കിയുടെ ഒരു കൈയടിയാണ്. കൈപ്പൊക്കിയുടെ ഒരു കൈ. കാട്ടിക്കട വയലിൽ ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ് അതിമനോഹരമായി നടക്കുന്നത്. കമ്മിറ്റി ഭാരവാഹികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വാരി പിടിച്ച് നന്ദി പറയണേ. ഒപ്പം തന്നെ ഞങ്ങളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് ലക്ഷ്മി പ്രോഗ്രാം ഏജൻസി ലെനിൻ മുത്താന. ലെനിൻ ചേട്ടനുള്ള നന്ദി, സ്പോൺസർ ചെയ്ത യുവജന സമിതിക്കുള്ള നന്ദി ഒക്കെ പറഞ്ഞോണ്ട് പാട്ടിലേക്ക് പോട്ടെ. ഈ സൈഡിൽ നിൽക്കുന്ന ചേട്ടന്മാർ പരമാവധി ഇരുന്ന് സഹകരിക്കണമെന്ന് നമ്മുടെ കമ്മിറ്റി സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഇരുന്ന് സഹകരിക്കോ പ്ലീസ്. നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി സ്വയം വളണ്ടിയർമാരായി നമ്മളെല്ലാവരും നിന്ന് ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രസീത ശരി, പാട്ടിലേക്ക് പോട്ടെ. അങ്ങടെ എന്തെങ്കിലും ചോദിച്ചു ഇങ്ങോട്ട് ഉറക്ക മറുപടി വേണം. പാട്ടിലേക്ക് പോട്ടെ. ആയിക്കോട്ടെ, ഒറ്റ കാര്യം ചോദിക്കാണ് കേട്ടാ. ഈ കൂട്ടത്തിലെ ആ സുന്ദരികൾ മാത്രം ഒന്ന് കൈപ്പൊക്കെ. ഞാൻ സുന്ദരി, ഞാൻ കൈപ്പൊക്കെ. ആരൊക്കെ പൊക്കും? പാക്കങ്ങട്. ആ പൊക്കവർക്കും പൊക്കാത്തവർക്കും വേണ്ടി ആദ്യത്തെ പാട്ട് പോകണം. പാട്ട് ഇങ്ങനെ പകട്ടാ. ബാല്യത്തെ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നരമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നിന്നെ കാണാൻ തൊപ്പിക്കാരി എന്തൊരു ചന്താണ്ടി. ഈ പാട്ട് തന്നത് മണിച്ചേട്ടനാണ്. മണിച്ചേട്ടന് ഇഷ്ടമുള്ളവർ മാത്രം കൈയടിച്ച് അട്ടിക്കൈ. അപ്പൊ ഈ കൈയടി ഈ പാട്ടിന്റെ അവസാനം വരെ വേണട്ടാ. Come on.
അതെ, താങ്ക് യു. ആ കണ്ണടക്കാരൻ അവിടെ പോയിട്ട് എന്തൊരു തമാശ പറഞ്ഞ് എല്ലാവരും ചിരിക്കണ്ടല്ലോ. ചിരിക്കാരും മാത്രമല്ല നമുക്ക് വേണ്ടത് ഡാൻസ് കളിക്കുന്ന പിള്ളേര് പറഞ്ഞിട്ടോ. ആരൊക്കെ ഉണ്ട് ഡാൻസേഴ്സ്? ഡാൻസേഴ്സിന് വേണ്ടി ഒരു കിടക്കാച്ചി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഡാൻസേഴ്സ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഡാൻസ് തുടങ്ങി കേട്ടോ. ബാബേട്ട അളിയൻ ഫുൾ ഫോമാട്ടാ. ഒരു കയ്യടി കൊടുത്താൽ മുതലേ. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒറ്റ കാര്യം പറയാൻ കേട്ടാ. അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കരുത് കേട്ടോ വീഡിയോ. അപ്പം എന്തിട്ട് കിട്ടാ, ഞാൻ അവിടെ തിരിഞ്ഞേക്കുമ്പോൾ എടുക്കല്ലേന്ന് ഒരു കാര്യം പറയട്ടെ. കൈ കൈ പൊക്ക, ഇതിന് മലയാളം അറിയാൻ പാടില്ല. കൈ പൊക്ക്, കൂട്ടടി 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 കൂട്ടടി. റെഡി, 1 2 1 2 3 4.
താങ്ക് യു. നാലാണ് കൂടണല്ലോ, നാലാണ് കൂടിയിട്ട് കേറിപ്പോരട്ടാ. നമ്മുടെ കമ്മിറ്റി ചേട്ടന്മാര് ലക്ഷ്മി പ്രോഗ്രാം ഏജൻസി ഒക്കെ ഇതുപോലത്തെ പുലികളുടെ ഇടയിലാണ് നമ്മളെ കൊണ്ടിട്ടേക്കണേ. ഈ പുലികൾക്ക് ഒരു കയ്യടി കൊടുത്തത് നിങ്ങളുടെ പ്രൊഡക്ഷൻ കേട്ടാ. നല്ലൊരു കയ്യടി കൊടുത്ത് താങ്ക് യു. അടുത്ത പാട്ടിന് വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത പാട്ടിലേക്ക് പോണേ മുമ്പ് ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ മെയിനായിട്ടൊക്കെ ഞാൻ പറയും, ഞാനല്ലേ മെയിന്. ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആരെങ്കിലും പരിപാടി കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയേ. കണ്ട പറഞ്ഞപ്പോഴേക്കും പൊന്നുണ്ട കൈകള്. എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ട് പൊക്ക് തന്നെയല്ലേ. മലപ്പുറംകാരനൊന്ന് കൈപ്പൊക്കാൻ പറയാം. മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻപറമ്പ്. തുഞ്ചൻപറമ്പിലാണ് ആ പഞ്ചവർണ്ണക്കില് തത്തമ്മയുള്ളത്. ആ തത്തമ്മയ്ക്ക് നിങ്ങളോട് കുറച്ച് കഥകൾ പറയാൻ കേൾക്കണ. പാട്ടുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടാ? ആ പാട്ടുകളൊക്കെ ചേർന്നൊരു ചെയിൻ സോങ് സെറ്റാണ് കേട്ടാ. അതിന് മുമ്പായിട്ട് പ്രണയിച്ചിട്ടുള്ളൊരു കൈയടിച്ച് നോക്കട്ടെ. പ്രണയം ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ കൈയടിക്കും.
കൈയടിച്ചോ, ആത്മാർത്ഥമായിട്ട് കൈയടിച്ചോ. പ്രണയ നൈരാശ്യത്തിന് വേറൊരു കൈയടിക്കാൻ പ്രണയ നൈരാശ്യം കണ്ട കൈയടി കൂടുതലായി കേട്ടാ. പ്രണയം വേണം, പ്രണയ നൈരാശ്യം വേണം. സുബ്രഹ്മണ്യ സ്വാമിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാവടി ചിന്തയിലേക്ക് പോവാണ് ബാബേട്ട. പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ടൊക്കെ കാട്ടി വേണ്ടവർ വള്ളി നിലക്ക് എന്തായാലും നമ്മുടെ കമ്മിറ്റി സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേക ആവശ്യപ്രകാരം ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗണഗീതമാണ്. ആ പാട്ടുമായി വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജി വണ്ണപ്പൻ. പരമപവിത്രവനാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട്